നമസ്കാരം. ആയുർ പ്ലാനറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ സുലഭമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് മുത്തിൽ അഥവാ കുടങ്ങൾ. ഈ ഔഷധ സസ്യത്തെക്കുറിച്ചുള്ള കുറച്ചറിവുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സെൻഡല്ല ഏഷ്യാറ്റിക്ക എന്നാണ് ഈ ചെടിയുടെ ശാസ്ത്രനാമം. ക്യാരറ്റ് ഉൾപ്പെടുന്ന എപ്പിയേസി ഫാമിലിയിലെ ഒരംഗം കൂടിയാണ് മുത്തിൽ. പ്രാദേശികമായി പല പേരുകളിലും ഈ ചെടി അറിയപ്പെടുന്നു. മുത്തിൽ, സ്ഥലബ്രഹ്മി, തിമിര, വല്ലാരച്ചീര, കരബ്രഹ്മി, കുടകൻ, കുടവൻ, കുടങ്ങൽ, കൊടുങ്ങൽ എന്നിങ്ങനെ ദേശവ്യത്യാസമനുസരിച്ച് പല പേരുകളിലും ഈ സസ്യം കേരളത്തിൽ അറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ ഇത് ഇന്ത്യൻ പെന്നിവേർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഏഷ്യാറ്റിക് പെന്നിവേർട്ട്, സ്പാട്ട് ലീഫ്, കോയിൻവേർട്ട് എന്നീ പേരുകളിലും ഇംഗ്ലീഷിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഗോട്ട് കോള എന്നൊരു പേരുകൂടി ഈ സസ്യത്തിനുണ്ട്. സംസ്കൃതത്തിൽ ഈ ചെടിയുടെ പേര് മണ്ടൂകപർണി, മണ്ടുകി എന്നൊക്കെയാണ്. തമിഴിൽ വല്ലാരക്കീരൈ എന്നും തെലുങ്കിൽ മണ്ടൂകബ്രഹ്മി, സരസ്വതി അക്കു എന്നും ഹിന്ദിയിൽ ബ്രഹ്മി, ബെങ്സാഗ് എന്നും ഈ ചെടി അറിയപ്പെടുന്നു. ബ്രഹ്മി എന്നൊരു പേര് ഈ ചെടിക്കുണ്ടെങ്കിലും യഥാർത്ഥ ബ്രഹ്മി എന്നറിയപ്പെടുന്ന സസ്യം ഇതല്ല. ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, പടിഞ്ഞാറൻ പസഫിക് ദ്വീപുകൾ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഇതിൻ്റെ ജന്മദേശം എന്ന് പറയപ്പെടുന്നു. നിലത്ത് പടർന്നു വളരുന്ന ഒരു ചെറു സസ്യമാണ് മുത്തിൽ. കൂടുതലും നനവാർന്ന പ്രദേശങ്ങളിലും പാടവരമ്പുകളിലുമൊക്കെ ഇവ സമൃദ്ധമായി കാണപ്പെടുന്നു. ശിഖരങ്ങളോട് കൂടിയ വളരെ നേർത്ത ബലം കുറഞ്ഞ തണ്ടുകളാണ് ഈ സസ്യത്തിന് ഉള്ളത്. ഇവയുടെ തണ്ടിൽ കാണപ്പെടുന്ന മുട്ടുകളുടെ അടിയിലായി താഴേക്ക് വേരുകൾ കാണപ്പെടുന്നു. ഈ മുട്ടിൽ നിന്ന് മുകളിലേക്ക് 3 മുതൽ 6 വരെ ഇലകളും ഉണ്ടാവുന്നു. ഈ ഇലകൾക്ക് നമ്മുടെ തലച്ചോറിൻ്റെയോ വൃക്കയുടെയോ ആകൃതിയാണ് ഉള്ളത്. ഈ മുട്ടുകളിൽ നിന്ന് തന്നെയാണ് പൂങ്കുലകളും ഉണ്ടാവുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ ചെടി പുഷ്പിക്കുന്നത്. ഇനി ഈ ചെടിയിൽ എന്തൊക്കെ രാസഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ബ്രഹ്മോസൈഡ്, ഏഷ്യാറ്റിക്കോസൈഡ് എന്നീ ഗ്ലൈക്കോസൈഡുകളും ബ്രഹ്മിക് ആസിഡ്, ഏഷ്യാറ്റിക് ആസിഡ് എന്നീ ആസിഡുകളും ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ ഏകദേശം 124ഓളം രാസസംയുക്തങ്ങളും ഈ സസ്യത്തിൽ നിന്നും വേർതിരിച്ച് അറിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും 3 തരത്തിലുള്ള മുത്തലുകളാണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത്. ഒന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായി കാണപ്പെടുന്ന സാധാരണ മുത്തലാണ്. രണ്ടാമത് കരിമുത്തൽ, മൂന്നാമത് താമരമുത്തൽ. ഇതിൽ കരിമുത്തലിന് ഔഷധ ഗുണം കൂടും എന്ന് പറയപ്പെടുന്നു. താമരമുത്തലിൻ്റെ ഇല താമരയുടെ ഇല പോലെയാണ് കാണപ്പെടുന്നത്. ഇനി ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ ബ്രഹ്മിയോളം തന്നെ കഴിവ് മുത്തലിനുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ബ്രെയിൻ ടോണിക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതുകൂടാതെ പച്ചക്കറിയായി ഉപയോഗിക്കാവുന്ന അപൂർവം ഔഷധ സസ്യങ്ങളിൽ ഒന്നുകൂടിയാണ് മുത്തിൽ. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുവാൻ വളരെ ഉത്തമമാണ് മുത്തിൽ. അതുപോലെ ധാതുപുഷ്ടിയും യൗവനവും നിലനിർത്തുന്നതിനും വാർദ്ധക്യത്തെ ചെറുക്കുന്നതിനുമുള്ള കഴിവും ഈ ചെടിക്ക് ഉണ്ട്. വിക്ക് മാറുന്നതിന് മുത്തിൽ ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ ഇലയും കുരുമുളകും ചേർത്ത് നന്നായി അരച്ച് നെല്ലിക്ക വലിപ്പത്തിലെടുത്ത് നിത്യം കഴിക്കുകയും വായിൽ പകുതി വെള്ളമെടുത്ത് സംസാരിച്ച് പരിശീലിക്കുകയും ചെയ്താൽ വിക്ക് മാറിക്കിട്ടുമെന്ന് പറയപ്പെടുന്നു. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് കാരണമായ വൈറസിനെ ചെറുക്കുവാനുള്ള കഴിവും മുത്തലിനുണ്ട്. ജീരകം, പച്ചമഞ്ഞൾ, മുത്തലില, കീഴാർനെല്ലി എന്നിവ അരച്ച് നെല്ലിക്ക വലിപ്പത്തിൽ പതിവായി കഴിച്ചാൽ മഞ്ഞപ്പിത്തത്തിന് ശമനം ലഭിക്കുന്നതാണ്. മുത്തിൽ അരച്ച് വെണ്ണയിലോ തേനിലോ ചാലിച്ച് കുട്ടികൾക്ക് കൊടുത്താൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കുകയും ത്വക്ക് രോഗങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുകയും ചെയ്യും. പ്രധാനമായും മസ്തിഷ്ക രോഗങ്ങൾ, നാഡീസംബന്ധമായ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്കാണ് മുത്തിൽ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത്. മുത്തലിൽ അടങ്ങിയിരിക്കുന്ന ബ്രഹ്മോസൈഡ് എന്ന രാസഘടകം ഉറക്കത്തെ ഉണ്ടാക്കുവാൻ കാരണമാണ്. അതിനാൽ മാനസിക രോഗങ്ങൾ, അപസ്മാരം, ബുദ്ധിക്കുറവ്, ഉറക്കക്കുറവ്,
എന്നിവയുടെ ചികിത്സയ്ക്ക് മുത്തിൽ പണ്ടുകാലം മുതൽ ഉപയോഗിച്ചു വരുന്നു. തലച്ചോറിനെ ബാധിക്കുന്ന മിക്ക രോഗങ്ങൾക്കും മുത്തിൽ ഫലപ്രദമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സ്വരശുദ്ധി വരുത്തുന്നതിനും മുത്തിൽ ഔഷധമായി ഉപയോഗിക്കുന്നു. മുത്തിലിൻ്റെ 3 ഇലയും ഒരു കുരുമുളകും കൂട്ടി പതിവായി ചവച്ചരച്ച് കഴിച്ചാൽ സ്വരശുദ്ധി ലഭിക്കുന്നതാണ്. ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ പെട്ടെന്ന് ഭേദമാകുവാൻ മുത്തിലിൻ്റെ ഇലനീര് പുരട്ടിയാൽ മതിയാകും. ഇതുകൂടാതെ വ്രണങ്ങൾ സുഖപ്പെടുത്തുവാൻ മുത്തിലിൻ്റെ ഇലയിട്ട് കാച്ചിയ എണ്ണ തയ്യാറാക്കി പുരട്ടിയാൽ മതി. ഇതിൻ്റെ ഇല അരച്ച് വ്രണങ്ങളിൽ പുരട്ടിയാലും വ്രണങ്ങൾ ഭേദപ്പെടുന്നതാണ്. മുത്തിലിൻ്റെ ഇല വാഴപ്പിണ്ടി അല്ലെങ്കിൽ മുതിര എന്നിവയുടെ കൂടെ ചേർത്ത് കറി തയ്യാറാക്കി കഴിച്ചാൽ പൈൽസ്, വയറിലെ പ്രശ്നങ്ങൾ, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം പരിഹാരമാണ്. വൃക്ക സംബന്ധമായ അസുഖങ്ങൾക്കും ഇത് ഉത്തമമായ ഒരു ഔഷധമാണ്. ഇത് ഡയൂറിറ്റിക് ആയതിനാൽ മൂത്രാശയക്കല്ല്, യൂറിനറി ഇൻഫെക്ഷൻ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം തുടങ്ങിയവയ്ക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു. മികച്ച ഒരു ചർമ്മ സംരക്ഷക കൂടിയാണ് മുത്തിൽ. ത്വക്കിലെ ചുളിവുകൾ മാറ്റുന്നതിനും ത്വക്കിന് തിളക്കം ലഭിക്കുന്നതിനും മുത്തിൽ അരച്ച് തൈര്, കടലമാവ് എന്നിവ ചേർത്ത് ഫേസ് പാക്ക് ആയി ഉപയോഗിക്കാവുന്നതാണ്. സുഖനിദ്ര പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം ഹൃദയപേശികളുടെ സങ്കോചനക്ഷമത കൂട്ടുന്നതിനും ഹൃദയപേശികളെ ബലപ്പെടുത്തുന്നതിനും ഇതൊരു ഉത്തേജക ഔഷധമായും ഉപയോഗിക്കുന്നു. രക്തധമനികളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് മാറുവാൻ ഇത് പ്രയോജനകരമാണ്. ഇതിൻ്റെ 10 ഇല രാവിലെ ചവച്ചരച്ച് കഴിച്ച് അല്പസമയം നടക്കുകയെന്നത് ഇത്തരം പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയാണ്. സന്ധിവാതത്തിന് ആയുർവേദം അനുശാസിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് മുത്തിൽ. ഇത് സന്ധികളിൽ വേദനയുണ്ടാകുന്നതും നീര് വരുന്നതുമെല്ലാം തടയുന്നു. ആമവാദത്തിൽ ഇത് വളരെ ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇല ചവയ്ക്കുന്നത് പല്ലുവേദന ശമിക്കുന്നതിന് വളരെ ഫലപ്രദമാണെന്നും കാണുന്നു. ഇത് കഷായമായി കഴിക്കുന്നത് വാദത്തിന് വളരെ നല്ലതാണ്. തൈറോയിഡ് ക്യാൻസറിനുള്ള നല്ലൊരു ഔഷധം കൂടിയാണ് മുത്തിൽ. മുത്തിൽ, തിരുതാളി, പച്ചമഞ്ഞൾ എന്നിവ ഇടിച്ചു പിഴിഞ്ഞ് ഇതിൽ കൽക്കണ്ടം ചേർത്ത് കഴിക്കുന്നത് തൈറോയിഡ് ക്യാൻസറിനുള്ള നല്ലൊരു മരുന്നാണ്. മുടിക്ക് തിളക്കം ലഭിക്കുന്നതിനും കരുത്ത് ലഭിക്കുവാനും നഖങ്ങൾക്ക് ബലം വർദ്ധിപ്പിക്കാനുമൊക്കെ ഈ സസ്യം ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. മുത്തിൽ സമൂലം പറിച്ചെടുത്ത് നന്നായി വൃത്തിയാക്കി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ മോരിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ തുടർച്ചയായി 41 ദിവസം കഴിച്ചാൽ അൾസർ, വായ്പുണ്ണ്, വയറുകടി തുടങ്ങിയ ഉദരസംബന്ധമായ ഏത് അസുഖവും മാറുന്നതിന് അത്യുത്തമമാണ്. അതുപോലെ സ്ത്രീകളുടെ പീരിയഡ് സമയത്തും അതിന് തൊട്ടു മുമ്പുമുള്ള ദിവസങ്ങളിലും മുത്തിൽ കഴിച്ചാൽ വയറുവേദനയ്ക്ക് ശമനം ലഭിക്കുന്നതിനും വളരെ സഹായകരമാണ്. കൊച്ചുകുട്ടികളിൽ കാണുന്ന വിശപ്പില്ലായ്മയ്ക്ക് കാരണമാകുന്ന കൃമി, വിര ഇവയുടെ ശല്യം ഉണ്ടാവാതിരിക്കുവാനും മുത്തിൽ കൊടുക്കുന്നതിലൂടെ സഹായകരമാണ്. തലച്ചോറിലെ സെല്ലുകൾക്ക് നവജീവൻ പകരുന്ന ഒരു ഔഷധ സസ്യമായ മുത്തിൽ ശരീരത്തിന് യുവത്വവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. പണ്ടുകാലം തൊട്ടേ ആയുർവേദ വിധിപ്രകാരം തലച്ചോറിലെ ഞരമ്പുകൾക്ക് ഊർജവും ശക്തിയും പകരുന്ന രസായനങ്ങൾ ഉണ്ടാക്കുവാൻ മുത്തിൽ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ആയുർവേദത്തിൽ നിരവധി അസുഖങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്ന മുത്തിൽ എന്ന ഈ സസ്യത്തെക്കുറിച്ചുള്ള ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.